വാർത്തകൾ തുടരുന്നു. നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയം റോഡ് ഗതാഗത യോഗ്യമാക്കി കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ. 40ഓളം വരുന്ന അംഗങ്ങളാണ് ദുർഘടാവസ്ഥയിൽ കിടന്നിരുന്ന റോഡിന് താൽക്കാലികമായെങ്കിലും ശാപമോക്ഷം നൽകിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയം പാലാത്തടത്തെ പുതിയ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ പ്രധാന റോഡിൽ നിന്നും സ്കൂളിലേക്കുള്ള റോഡിന്റെ ദുർഘടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം ആരും പരിഗണിക്കുകയോ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്തിരുന്നില്ല. ഈയൊരു സാഹചര്യത്തിലാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് കണക്കിലെടുത്ത് കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ ഈ റോഡിന് താൽക്കാലികമായെങ്കിലും ശാപമോക്ഷം നൽകാനായി മുന്നിട്ടിറങ്ങിയത്. അരികുകാടുകൾ വെട്ടിത്തെളിച്ചും റോഡിലെ വലിയ കുഴികൾ കല്ലും മണ്ണുമിട്ട് നികത്തിയും മറ്റുമാണ് ഒരു പരിധിവരെ ഇവർ റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. സൈനികരും മുൻ സൈനികരുമായ കൂട്ടായ്മയിലെ 40ഓളം അംഗങ്ങൾ സന്നദ്ധ സേവകരായി ശ്രമദാനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഈ ദുരിതബാധ താണ്ടിയാണ് അംഗൻവാടി മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്ഥാപനങ്ങളിലെത്തിയിരുന്നത്. ഇവർക്കും രക്ഷിതാക്കൾക്കും ഒപ്പം മറ്റ് യാത്രക്കാർക്കുമെല്ലാം വലിയ ആശ്വാസം പകരുന്നതാണ് ഇവരുടെ ഈ സേവനം. കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ ഇൻചാർജ് പി ജിനീഷ് ശ്രമദാനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപികമാരായ കെ ഷൈനി, പി പ്രമിത എന്നിവർ സംസാരിച്ചു. സൈനിക കൂട്ടായ്മയുടെ സാരഥികളായ ജോഷി വർഗീസ്, പി വി ബിജു, പി പി ദാമോദരൻ, പി ചന്ദ്രൻ, കരുണാകരൻ, അജീഷ് ചന്ദ്രൻ, നാരായണൻ പാലാട്ട് തുടങ്ങിയവർ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. റോഡ് ടാർ ചെയ്ത് വികസിപ്പിക്കേണ്ടുന്നതിന്റെ ആവശ്യവും പ്രാധാന്യവും ബന്ധപ്പെട്ട അധികാരികളുടെയും ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സൈനിക കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.